ഇന്ന് പിറ കണ്ടാൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുഹറം ആദ്യ രാവിൽ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്ഭുതം നിറഞ്ഞ 2 ആയത്തുകൾ കൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ രഹസ്യമാണെന്നറിയപ്പെടുന്ന, പരിശുദ്ധ ഖുർആൻ മുഴുവനും അടങ്ങിയിട്ടുള്ള 2 ചെറിയ ആയത്തുകൾ ഇതൊന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവും തരും, ആഖിറവും തരും. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ മുഴുവൻ അല്ലാഹു നടത്തിത്തരും. ഒരു പുതുവർഷം അടിപൊളിയാക്കി തരും. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഒരുപക്ഷെ ഇക്കൊല്ലത്തെ അവസാനത്തെ സ്വബാഹുൽ ഖൈറായിരിക്കും. ഇന്നത്തെ രാത്രി പിറ കാണുകയാണെങ്കിൽ നാളത്തെ, അതായത് അടുത്ത വർഷത്തെ ആദ്യത്തെ സ്വബാഹുൽ ഖൈർ നാളെ ആയിരിക്കും അല്ലേ? ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ കൊല്ലം അനുകൂലമാക്കാനും വരാനിരിക്കുന്നൊരു പുതുവർഷം അടിപൊളിയാക്കാനും 2 ആയത്തുകൾ നമുക്കൊന്ന് പഠിച്ചാലോ? ഇത് സിറുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ രഹസ്യമാണത്. ഖുർആൻ മുഴുവനും ഈ 2 ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്ര അത്ഭുതം നിറഞ്ഞ 2 ആയത്തുകൾ, ചെറിയ ആയത്തുകളാണ്. ഈ ആയത്ത് എങ്ങനെ ഓതണം, എപ്പോൾ ഓതണം, അതിൻ്റെ മഹത്വങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആശയം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. ആയത്തുകൾ ഏതാണെന്നും നമുക്ക് പഠിക്കണം. അത് അവസാന ഭാഗത്തേക്ക് വെക്കാം. ഏതായാലും മനസ്സറിഞ്ഞൊരിക്കൽ കൂടി ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അനുകൂലമായൊരു പുതുവർഷവും കഴിഞ്ഞു പോകുന്ന ഒരു വർഷം അതും അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഒരു പുതുവർഷം അല്ലാഹു സമ്മാനിക്കുമാറാകട്ടെ. ഏതായാലും ആ ആയത്തുകൾ ഏതാണെന്ന് പറയണതിന് മുമ്പ് നമുക്കതിൻ്റെ മഹത്വങ്ങളൊന്ന് പഠിച്ചാലോ അല്ലേ? ഏതൊരു കാര്യവും നമുക്ക് കൂടുതൽ ഈമാനോടുകൂടെ ചെയ്യാൻ പറ്റണത് എപ്പോഴാണ്? അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ ആ മഹത്വങ്ങൾ, കുറച്ച് മഹത്വങ്ങളെ നമ്മൾ പറയണുള്ളൂ. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം നമ്മുടെ ലൈഫിൽ അന്വർത്ഥമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 ആഴ്ചകൾ രാവിലെയും വൈകുന്നേരവും ഒരു 7 തവണ ഓതിക്കഴിഞ്ഞാൽ അമിന മിൻ കുല്ലി മക്റൂഹ്, എല്ലാ വെറുക്കപ്പെടുന്നതിൽ നിന്നും അല്ലാഹ് കാവൽ തരും. രോഗം നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് വെറുപ്പല്ലേ? അല്ലാഹ് രോഗം മാറ്റിത്തരും. അപകടം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല, ഇഷ്ടക്കേടുള്ള സാധനമാണ്, അതുകൊണ്ട് അല്ലാഹ് അതിൽ നിന്ന് കാവൽ തരും. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോണത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് കാവൽ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കാനും വെറുക്കപ്പെടുന്നതിൽ നിന്ന് പ്രത്യേകം നിങ്ങൾക്ക് കാവൽ ലഭിക്കാനും രാവിലെ സുബഹ്സ്കാരം കഴിഞ്ഞിട്ട് 7 തവണ, വൈകുന്നേരം 7 തവണ അങ്ങനെ പതിവാക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഈ 2 ആയത്തുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്രയ്ക്ക് ഇറങ്ങാൻ, യാത്ര പോകണം. കുൽ സീറൂ ഫിൽ അർള്, ഖുർആൻ പറഞ്ഞില്ലേ അള്ളാൻ്റെ ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ഹലാലായ യാത്രകൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ ടൂറൊക്കെ പോകണം. നല്ല ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ട് സിയാറത്ത് പോകണം, അല്ലാത്ത ടൂറ് പോകണം. ഹറാമൊന്നുമില്ലാത്ത രീതിയിൽ പോയാൽ അതിനുപോലും നിങ്ങൾക്ക് പുണ്യമുണ്ട്. ആ യാത്രയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഈ 2 ആയത്തുകൾ ഒരു തവണ ചൊല്ലിയിട്ടൊന്ന് ഇറങ്ങിയാൽ അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്നുള്ള കാവൽ തരും. ഇനി എങ്ങാനും അപകടം ഉണ്ടായാലും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്ന്, ചതഞ്ഞരഞ്ഞു പോകുന്നതിൽ നിന്ന് പടച്ചറപ്പ് കാവൽ തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കണം. വല്ലാത്തൊരു കാവൽ അതിലൂടെ ലഭിക്കും. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താ? വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ്, അതായത് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, അത് മുഹറം 1 കൂടെ ആണെങ്കിലും അടിപൊളിയായിരിക്കും അല്ലേ? ഏതായാലും വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ 3 തവണ ഓതിക്കഴിഞ്ഞാൽ, ഈ 2 ആയത്ത് 3 തവണ ഓതിക്കഴിഞ്ഞാൽ സിഹറിൽ നിന്ന്, മാരക സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് അല്ലാഹ് അവന് കാവൽ കൊടുക്കും. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ മന്ത്രിച്ചിട്ടൊന്ന് കുടിപ്പിക്കുക, അവർക്കൊന്ന് മന്ത്രിച്ച് കൊടുക്കുക ഇല്ലേ? 3 തവണ ഈ 2 ചെറിയ ആയത്തുകൾ ഇല്ലേ? അല്ലാഹ് സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് എത്ര വലുതാണെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നാണ്. നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം, അതേതാണെന്ന് നമുക്ക് പറയപ്പെട്ടിട്ടില്ല. ഇസ്മുൽ ആലം കൊണ്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇസ്മുൽ ആലം ഈ 2 ആയത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ 2 ആയത്ത് ഓതിയിട്ട് ദ്വാരുന്നോ അള്ളാഹു ഇസ്മുൽ ആലം കൊണ്ട് ചോദിക്കുന്നതിൻ്റെ ഫലം തരും, എന്തും ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5ാമത്തെ ഒരു പ്രത്യേകത അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം കണക്റ്റ് ആവും ഇല്ലേ? അല്ലാഹയെ മാത്രം കൊള്ളടോ
മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം കണക്റ്റായി പടച്ചോൻ്റെ കൂട്ട് കിട്ടും, അള്ളാൻ്റെ കൂട്ട്. അതായത് ഒരു നിസാരനായ മനുഷ്യൻ, ആരോഗ്യമൊന്നുമില്ല, അയാളുടെ കൂടെ ഒരു മല്ലനായ ആളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ധൈര്യമായിരിക്കും. തൊടറാപ്പാക്കലാം, എന്നെ തൊട്ട് നോക്കടാ, എൻ്റെ കൂടെ ആരുള്ളത്, ജിമ്മനാണ്. അപ്പോൾ ഒരു പടപ്പ് കൂടെ ഉണ്ടെങ്കിൽ അത്ര ബലമുള്ളൊരു മനുഷ്യൻ വേണ്ട. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു പാത്തുമ്മത്താത്ത ഉണ്ട്. പാത്തുമ്മത്താത്താക്ക് ആകെ ദാരിദ്ര്യവും പ്രയാസമാണ്, മോളെ കെട്ടിക്കാനായി കയ്യിലൊന്നുമില്ല, പാത്തുമ്മത്താത്താക്ക് ധൈര്യമില്ല. അപ്പോഴാണ് അപ്പുറത്തുള്ള അബൂബക്കർ ഹാജി പറയണത്, പാത്തുമ്മോ നീ സങ്കടപ്പെടണ്ട കേട്ടോ, നിൻ്റെ മോക്കടെ കല്യാണം ഞാൻ നടത്തിക്കോളാം. പിന്നെ പാത്തുമ്മത്താത്താക്ക് ധൈര്യമായി, കാരണം കൂടെ ആരുണ്ട്, അബൂബക്കർ ഹാജി ഉണ്ട്. ഈ പടപ്പുകൾ നിസാരന്മാരായ പടപ്പുകൾ അള്ള കൊടുത്തത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണം. ഈ പടപ്പുകൾ കൂടെ ഉണ്ടെങ്കിൽ, ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ, അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാത്തിനെയും പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ്റെ കൂട്ട് നമുക്ക് കിട്ടിയാലോ, നമ്മളെക്കാൾ ധൈര്യശാലികൾ പിന്നെ വേറെ ആരാ, നമ്മളെക്കാൾ ലൈഫ് അടിച്ചു പൊളിക്കണവർ വേറെ ആരാ. ഈ 2 ആഴ്ചകൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 6ാമത്തെ ഒരു പ്രത്യേകത ഖളാഉൽ ഹാജത്താൻ, മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കും. എത്ര വലിയ മുറാദ് മനസ്സിലുണ്ടെങ്കിലും ഈ 2 ആഴ്ചകൾ ഓതിക്കോ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി 7ാമത്തെ ഒരു പ്രത്യേകത സുബ്ഹാനക യാ റബ്ബ്, അതായത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ പതിവാക്കുന്നവർ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ പതിവാക്കുന്നവർ, എപ്പോഴെങ്കിലുമൊക്കെ ചൊല്ലുന്നവരല്ല കേട്ടോ, ഇത് പതിവാക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ കൊടുക്കുന്ന എന്താണെന്നറിയോ, മരിക്കുന്നതിന് മുമ്പ് അസ്രായിൽ അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്ത്, റൂഹ് പിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ സ്വർഗത്തിൽ എവിടെയാണോ താമസിക്കുന്നത്, സ്വർഗത്തിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സങ്കേതം അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കാണിച്ചു തരും. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ നമ്മളെവിടെയാണോ സ്വർഗത്തിൽ താമസിക്കുന്നത് ആ സ്വർഗീയ ഭവനം അള്ളാഹു നമുക്ക് കാണിച്ചു തരാൻ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് പതിവാക്കണം എന്നാണ്. എപ്പോഴെങ്കിലുമൊക്കെ ചൊല്ലലല്ല. എനിക്ക് ഈ 2 ആയത്ത് ഒരു തവണയാണ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പതിവാക്കി ഇങ്ങനെ പോയിക്കോ. അതിൻ്റെ ഇടയിൽ മെൻസസ് വന്നാലും സാരമില്ല, പതിവാക്കിൻ്റെ കൂലി കിട്ടും. കാരണം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണല്ലോ. സ്വർഗം കണ്ട്, സ്വർഗത്തിൽ നമ്മുടെ സീറ്റ് കണ്ട് മരിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 8ാമത്തെ ഒരു പ്രത്യേകത, ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലണേ, ഫാത്തിഹോദും സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, കാഫിറൂൻ, അങ്ങനെ തുടങ്ങി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലും അല്ലേ. ആ കൂട്ടത്തിൽ ഈ 2 ആയത്തും കൂടെ ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നം കാണൂല, ദുസ്വപ്നത്തിൽ നിന്ന് കാവലാണ്. മാത്രമല്ല രാത്രിയുടെ ഉപദ്രവങ്ങൾ അല്ലേ, രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും എന്നാണ്. 9ാമത്തെ ഒരു പ്രത്യേകത എന്താണ്, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ, സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ 2 ആയത്തുകൾ ധാരാളം ചൊല്ലിക്കോളൂ. അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും. ഹൈറാണെങ്കിൽ തന്നാൽ മതി അല്ലേ, ഹൈറായ രീതിക്ക് അള്ളാഹു തആല തരും. അള്ളാഹു റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുണമുള്ളത് തരുന്നവനാണ്. എന്താ മക്കളെ തരാത്തത്? ചിലപ്പോൾ നിങ്ങൾക്ക് ആ മക്കളിൽ ഗുണമുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് ഗുണം ഉണ്ടാവില്ല, അള്ളാഹു മറ്റൊരു സമയത്ത് തരും, അവൻ കൈവിടൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മക്കളെ കിട്ടാത്തവർ ഈ ദിക്ർ ഇതുപോലെ ഒന്ന് ചൊല്ലിക്കോ, അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ 2 ആഴ്ചകൾ. ഇനി 10ാമത്തെ ഒരു പ്രത്യേകത, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോകണതിന് മുമ്പൊന്ന് ഓതിക്കോ. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങടാ പോകണ്ടേ, ശരിക്കും എങ്ങടാ പോകണ്ടേ? കണ്ണൂരുകാർ പറയും അത് പെണ്ണിൻ്റെ വീട്ടിലോട്ട്, ഇപ്പുറത്ത് തെക്കൻ മേഖലയിലുള്ളവർ പറയും അത് ആണിൻ്റെ വീട്ടിലോട്ട്. ശരിക്കും എങ്ങടാ പോകണ്ടേ? പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ പോരുന്നുണ്ടാവില്ല അല്ലേ. ശരിക്കും ഇസ്ലാമികപരമായിട്ട് പറഞ്ഞു തരട്ടെ, കുടുംബം കലക്കിയാണെന്ന് പറയരുത് കേട്ടോ. ഇസ്ലാമികപരമായിട്ട് ആണിൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും അല്ല നിൽക്കേണ്ടത്, 3ാമതൊരു വീട്ടിൽ ആണും പെണ്ണും മാത്രമായിട്ടാണ് നിൽക്കേണ്ടത്. ഇസ്ലാമികപരമായിട്ട് അങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് ഇപ്പോൾ ഫാത്തിമ ബീവി അലിയാരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മുത്തുനബിയുടെ വീട്ടിലേക്കോ അല്ല അലിയും ഫാത്തിമയും വന്നത്. അവർക്ക് 3ാമതൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ കെട്ടിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സർക്കിൾ ഇല്ലെങ്കിൽ, ഇപ്പം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉമ്മ അല്ലെങ്കിൽ വാപ്പ എൻ്റെ സ്വന്തം ഉമ്മയാണെന്നുള്ള ബോധ്യം 2 പേരും ഉണ്ടായി ജീവിച്ചു നോക്കിയ ജീവിതം മനോഹരമാണ് അല്ലേ. അതിന് ശരി പഠിച്ചു വെച്ചോ ഈ 2 ആഴ്ചകൾ. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്തൃ വീട്ടിലേക്ക് പോണതിന് മുമ്പ് ഇതൊന്ന് ഓതിയിട്ട് കയറി ചെന്നാൽ ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവും. അമ്മായിമ്മ പൂരെടുക്കാനൊന്നും വരില്ല. ഒരു മഹബത്ത് കുടുംബക്കാർക്കിടയിൽ ഉണ്ടാവും. മാത്രമല്ല ആ കണ്ണേറൊക്കെ അങ്ങ് തട്ടിപ്പോയിക്കോളും. കല്യാണപ്പെണ്ണിന് അത്യാവശ്യം നല്ല കണ്ണീർ കിട്ടും അല്ലേ. കല്യാണപ്പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഈ പുട്ടിയൊക്കെ ഇട്ട് നാട്ടുകാരുടെ മുമ്പിൽ എല്ലാ ഷോയും കാണിച്ച് ഇപ്പോൾ ഒരു കറക്കമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കറങ്ങണം, കെട്ടിയവൻ കൈ ഇങ്ങനെ പിടിക്കുക, പെണ്ണിങ്ങനെ അടി കിടന്ന് കറങ്ങുക. അതല്ല എന്നിട്ട് എന്താണ് പഠിച്ചോനെ ഞാൻ പറയണില്ല, ഒരു വേദിയിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നൊരു സംഗതി ഉണ്ട്. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്, അതും ഈ അടുത്ത് തന്നെ നടന്നൊരു സംഭവമാണ്. ഞാൻ സ്ഥലം പറയണില്ല. പെണ്ണിങ്ങനെ വരികയാണ്, അതായത് നമ്മൾ നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പ് പെണ്ണ് വരികയാണ് അവിടെ നിന്ന്. പെണ്ണിങ്ങനെ വന്നു,
മറ്റേ 2 മുല്ലപ്പൂ കട്ടിലൊക്കെ വെച്ചിട്ട് അവിടെ പെട്ടെന്നൊരു പാട്ട്, നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ അല്ലേ, നിങ്ങളുടെ നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ, ഞാൻ പതിയെ ഇതിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ സംഗതിയും അഴിഞ്ഞാട്ടമൊക്കെ കണ്ടിട്ട് ആ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല കേട്ടോ മക്കളെ, ഒരു ബർക്കത്തും പ്രതീക്ഷിക്കേണ്ട. ആദ്യം ഹണിമൂണൊക്കെ അടിപൊളിയായിരിക്കും, സ്ട്രഗ്ലിംഗ് പീരീഡിൽ വരുമ്പോഴേക്കും ജീവിതം അടപടലം തകരും. കാരണം അള്ളാഹ് സമാധാനം തരൂല. അവൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെയാണ് ആ നാണം കെടുത്തിയത്. അള്ളാഹു ബോധം തരുമാറാകട്ടെ. അപ്പോൾ കണ്ണേറിൽ നിന്നൊക്കെ കാവലാണ്. എല്ലാ കുരുത്തക്കേടും കാണിച്ചു വെച്ചിട്ട് ഈ 2 ആയത്ത് ഓതിയിട്ടൊരു കാര്യമില്ല. അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. 11ാമത്തേത് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം, ഇപ്പം ഇനി വരുന്നൊരു വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം സ്ത്രീകളാണെങ്കിൽ ലുഹറിന് ശേഷം ഈ 2 ആയത്തും പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. കുടുംബത്തിലെ ദാരിദ്ര്യമൊക്കെ അള്ളാഹ് മാറ്റിത്തരും. ഇനി 11ാമത്തേത് ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, പോയിസണിൽ നിന്ന് അള്ളാഹു കാവല് തരും എന്നാണ്. ഇനി 13ാമത്തെ പ്രത്യേകത ഗർഭിണികൾ ഈ 2 ആഴ്ചകൾ പതിവാക്കിയാൽ സുഖപ്രസവത്തിന് അത് കാരണമാകുമെന്നാണ്. ഒരു 16 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് കേൾവി ശക്തി കിട്ടി തുടങ്ങും. പിന്നെ വ്ളോഗുകളും ഹറാമായ സംഗതികളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് കുഞ്ഞും കേൾക്കുന്നുണ്ട്. ആ കുട്ടി പിന്നെ സ്വാലിഹാകണേ എന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗർഭിണികളായിരിക്കുമ്പോൾ നല്ലത് കേൾക്കുക ഇല്ലേ. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബിള്ളിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നഫീസത്ത് മാലയും മുഹിദ്ദിമാലയും പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളൊക്കെ ഓതി മനോഹരമായിട്ട് ഓതുക. അത് കുഞ്ഞിനെ കേൾപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ 2 ആഴ്ചകൾ പതിവാക്കുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം ഉണ്ടാകുന്നതാണ്. 14ാമത്തേത് സമ്പത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവും. ഇത് പുതുവർഷം തുടങ്ങല്ലേ, ഇന്നത്തെ രാത്രി അങ്ങ് ഓദിക്കോ. സമ്പത്തിൽ സുരക്ഷിതത്വം, നിങ്ങളുടെ സമ്പത്ത് ആരും തട്ടിക്കൊണ്ടുപോകില്ല, ചതിക്കപ്പെടില്ല. അള്ളാഹു കാവൽ തരട്ടെ. 15ാമത്തേത് മക്കൾക്ക് ഓർമ്മശക്തി കിട്ടാൻ. ചെറിയ കുട്ടികളൊക്കെയാണ്, അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുക പതിവായി ഓതാനായിട്ട്. ഇനി അവർക്ക് ഓതാൻ പറ്റുന്ന പ്രായമായിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. നല്ല ഓർമ്മശക്തിയുള്ള കുട്ടികളാവും. 16ാമത്തെ പ്രത്യേകത, ഇത് മുത്ത് ഹബീബിൻ്റെ മൗലിദാണ്. ഈ 2 ആഴ്ചയിലുള്ളത് മുത്ത് ഹബീബിൻ്റെ മൗലിദാണ്. അപ്പോൾ മുത്ത് ഹബീബിൻ്റെ മൗലിദിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുക. അപ്പോൾ ഈ സൂറത്ത്, ഈ 2 ആയത്തുകൾ പതിവാക്കുന്ന മനുഷ്യന്മാർക്ക് അഷ്റഫുൽ ഹൽക്കിൻ്റെ ഷഫാഅത്ത് കിട്ടും. നാളെ മഹ്ശറിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. സ്വന്തം ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറിൽ, ആരാരും തുണയില്ലാത്ത മഹ്ശറിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈ പിടിക്കും. ഈ 2 ആയത്ത് ഓതിയാൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 17ാമത്തെ പ്രത്യേകത, അടുക്കളയിൽ ഈ 2 ആയത്ത് പതിവാക്കുന്നവർക്ക് അടുക്കളയിൽ വല്ലാത്തൊരു ബറക്കത്ത്. എന്നാണ് ഈ ഭണ്ഡാരം പിടിച്ച പണിയൊക്കെ തീരണത് എന്നുള്ള സംഗതിയൊക്കെ മാറി ഒരു സംതൃപ്തി, ഒരു ബറക്കത്ത് അവിടെ കിട്ടും എന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 18ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പതിവായി ഓതുന്നതിലൂടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള കാക്കും. അപ്പോൾ ഒരു കൊല്ലം നമുക്ക് ആയുസ് കിട്ടാനും ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ കിട്ടാനും ഒക്കെ ഇന്നത്തെ രാത്രി മനസ്സറിഞ്ഞ് തോന്നണം. അപകടങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, അറ്റാക്ക് വന്ന് മരിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ഈ 2 ആയത്തുകൾ? നമുക്കെല്ലാവർക്കും പരിചിതമാണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. തൗബ സൂറത്തായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അതിൽ ബിസ്മില്ല അഊദ് ഓതിയിട്ട് ഈ 2 ആയത്തുകൾ ഓതിയാൽ മതിയാവുന്നതാണ് അല്ലേ. ഏതാണ് ആ ആയത്തുകൾ? നമുക്ക് നോതാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ പാടില്ല. ഓക്കെ, കാരണം സൂറത്ത് തൗബയാണ്. തൗബയിൽ യുദ്ധം ഇതിവൃത്തമായി വരുന്നത് കൊണ്ട് തന്നെ അവിടെ റഹ്മാൻ റഹീം എന്ന പദം അത് ഉപയോഗിക്കുന്നതിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ നമുക്ക് അഊദ് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു നബി, നിങ്ങളിൽപ്പെട്ടൊരു നബി. നബി നിങ്ങൾ മനുഷ്യനാണ്,
പുത്തൻവാദികൾ പറയണത് പോലെ സാധാരണ മനുഷ്യനാണോ? അല്ലല്ല, അവിടുന്ന് അസാധാരണ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നബിയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള, അല്ലേ, നിങ്ങളുടെ വിഷയത്തിൽ ഒരുപാട് ഇഷ്ടങ്ങളുള്ള, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കാരുണ്യത്തിൻ്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും നബിയെ അങ്ങയോമാർ മനസ്സിലാക്കണമെങ്കിൽ ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ്, അങ്ങ് പറഞ്ഞു എനിക്കല്ലാഹ് മതി, ഞാൻ അവരിലേക്ക് ബരേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു നബി എന്നാണ്. അപ്പോൾ ഇതിൽ തവക്കുലിൻ്റെ ഒരു വാക്കുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പുതുവർഷം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഈ 2 ആയത്ത് ഓതുന്നവരെ ഒരു 3 തവണ, ഏറ്റവും ചുരുങ്ങിയത് എല്ലാ രാത്രികളിൽ ഒരു 3 തവണ എങ്കിലും ഓതാൻ പറ്റിയാൽ ലൈഫ് കളറായി. മുഹറത്തിൻ്റെ രാവ് ഈ 2 ആയത്തുകൾ കൊണ്ടങ്ങ് തുടങ്ങിയാൽ ലൈഫ് കളറായി, സെറ്റാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ സ്വഭാവലേറ് മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ആശുറാ ദിവസം 5000 രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ മജ്ലിസ് കൃത്യം 7:15 ഈ ചാനലിൽ തന്നെയാണ്. പിന്നെ 10 മണിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോ നമ്മുടെ ഇംദാദീസ് വ്ലോഗിലുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാകും 10 മണിക്ക്, അതിൽ കാണാം. ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട ഒരു സ്വലാത്തും കൂടെ ഉണ്ട്. ആ സ്വലാത്ത് ചൊല്ലേണ്ടല്ലോ, അടിപൊളിയാണ്. ഇന്നത്തെ രാത്രി കളറാവും. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. മുഹറം 9 പറയപ്പെടുന്ന പേരെന്താണ്? മുഹറം 9 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പിന്നെ നമ്മുടെ യതീമായ പെൺകുട്ടിയുടെ കല്യാണത്തിലേക്കും ആ ഉസ്താദിൻ്റെ വീട് വെക്കുന്നതിലേക്കൊക്കെ പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു ഹാസുലാക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതെല്ലാം അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വരുന്നൊരു പുതുവർഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഈ വർഷം കഴിഞ്ഞു പോകുമ്പോൾ അനുകൂലമായ നിലക്ക് സ്വീകരിക്കണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. കുടുംബങ്ങളിൽ സമാധാനം തരണേ അല്ലാ. അസുഖബാധിതർക്ക് സൗഖ്യം നൽകണേ അല്ലാ. സന്താനങ്ങളെ ഇണകളെ നന്നാക്കണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണേ അല്ലാ. ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാർ ഉപ്പമാർ പലരും ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.